ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പിറ്റ് ബേബി സീസൺ 2ൻ്റെ ഫൈനൽ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് ബേബി ആണെങ്കിൽ ചാർലീനെയും കൊണ്ട് ടോണിയുടെ ആ ഒരു ലാബിലേക്ക് വരുന്നതാണ്. ബേബി പറയുന്നുണ്ട്, ഞാനും ചാർലിയും ഇവിടെ തന്നെ നിന്നോളാം, അതിന് പകരമായിട്ട് നിങ്ങൾ അലനെയും കെൻറ്റനെയും ഡീനിനെയും തിരിച്ച് പറഞ്ഞയക്കണമെന്ന്. ആ സമയം ടോണി ആണെങ്കിൽ ബേബിനെ ഒന്ന് ഹഗ് ചെയ്തിട്ട് എൻ്റെ മോനെ ഉറപ്പായിട്ട് ഞാനങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അലനെയും കെൻറ്റനെയും വിളിച്ചുകൊണ്ട് വരാൻ പറയുന്നുണ്ട്. ഡീന് കോമയിലായതുകൊണ്ട് തന്നെ അവനല്ലാതെ അയക്കാമെന്നും പറയുന്നുണ്ട്. ആദ്യം അലനെയാണ് അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. അലൻ എന്നാൽ ബേബിയുടെ അടുത്ത് പറയുന്നുണ്ട്, ബേബി നീയാണെങ്കിൽ ഇയാൾ പറയുന്നിട്ട് ഇവിടെ നിൽക്കരുത്, നീയും ചാർലിയും ഇവിടെ നിന്നാലും ഇല്ലെങ്കിലും ഇയാൾ ഞങ്ങളെല്ലാവരെയും കൊല്ലുമെന്ന് പറഞ്ഞിട്ട് ടോണീനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ടോണിയാണെങ്കിൽ ഉടനെ തന്നെ അലനെ ഷോക്ക് അടിപ്പിക്കുന്നുണ്ട്. അതേസമയം ബേബി പറയുന്നുണ്ട്, ഞാനും ചാർലി ഇവിടെ നിൽക്കാം, പക്ഷേ നിങ്ങൾ വേറെ ആരെയും ഒന്നും ചെയ്യരുത്. അതേപോലെ തന്നെ ചാർലിയുടെ ബ്ലഡ് മാത്രം എക്സ്പെരിമെൻറ്റ് യൂസ് ചെയ്യാനേ ഞാൻ തരത്തുള്ളൂ, അല്ലാതെ ചാർലീനെ ഒന്നും ചെയ്യാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ലെന്ന് പറയുമ്പോൾ ടോണി അത് മതി എന്ന് പറയുന്നുണ്ട്. ആ സമയം വീണ്ടും അലൻ ഒന്നുകൂടെ ടോണിയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പെട്ടെന്നാണ് ടൈം എല്ലാം സ്റ്റോപ്പ് ആവുന്നത്. നോക്കുമ്പോൾ വില്ലി അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. വില്ലി വന്നിട്ട് എല്ലാവരെയും നോക്കിയ ശേഷം എന്തോ ഒരു കമ്പി പോലത്തെ സംഭവം എടുത്തിട്ട് ടോണിനെ കുത്താനായിട്ട് പോകുന്നുണ്ട്. കുത്തുന്നതിന് മുമ്പായിട്ട് ബേബിയുടെ അടുത്ത് പറയുന്നുണ്ട്, ബേബേ എനിക്കാണെങ്കിൽ വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റത്തില്ല, ഇയാളുടെ മുഖം കാണുമ്പോഴേ എനിക്ക് ഇയാളെ കൊല്ലണമെന്ന് തോന്നുന്നുണ്ടെന്ന്. എന്നാൽ ബേബി സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട് തന്നെ ബേബി ഇതൊന്നും കേൾക്കുന്നില്ല. എന്നാലും വില്ലി പറഞ്ഞിട്ട് ഇയാളെ കുത്താനായിട്ട് പോകുമ്പോഴാണ് എങ്ങനെയെന്ന് അറിയത്തില്ല പെട്ടെന്ന് ആ ഒരു ടൈം വീണ്ടും മൂവ് ആവുന്നുണ്ട്. മേ ബി അവൻ്റെ ടൈം സ്റ്റക്കായി നിൽക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കും. എന്തായാലും ടൈം വീണ്ടും മൂവായി തുടങ്ങുമ്പോൾ ടോണി കാണുന്നത് വില്ലി ഇയാൾ അറ്റാക്ക് ചെയ്യാനായിട്ട് നിൽക്കുന്നതാണ്. അങ്ങനെ ഉടനെ തന്നെ വില്ലിനെ പിടിക്കാനായിട്ട് വിന്നറിനോട് പറയുന്നുണ്ട്. വില്ലി അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നുണ്ട്. ടോണിയുടെയും വിന്നറിൻ്റെയും കോൺസെൻട്രേഷൻ തെറ്റിയോണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഗാർഡ്സിനെ കടിച്ചിട്ടിട്ട് അലനാണെങ്കിൽ അവരെ തോക്കെടുക്കുന്നുണ്ട്. ഒരെണ്ണം ബേബിക്കും കൊടുക്കുന്നുണ്ട്. അലന് കിട്ടിയ ആ ഒരു പവർ നല്ല സ്ട്രോങ് ആയിട്ട് എല്ലാവരും അടിച്ചിടാൻ പറ്റുന്ന ഒരു പവറായിട്ട് തന്നെ ഈസി ആയിട്ട് തന്നെ എല്ലാവരും അടിച്ചിടുന്നുണ്ട്. ബേബി ആണെങ്കിൽ ഒന്നും നോക്കുന്നില്ല, ചാർലീനെയും കൊണ്ട് മറങ്ങിയിരിക്കുന്ന സമയത്തെല്ലാം ടോണിനെ വിന്നറിനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ അവർക്ക് കൊള്ളുന്നില്ല. അതേസമയം തന്നെ സെൻട്രൽ ടീമിലെ ബാക്കിയുള്ളവരും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. നോർത്തിനെയും സോണിക്കിനെയും കിമ്മിനെയും കാണിക്കുമ്പോൾ അവരിപ്പോൾ മെയിൻ പവർ ഇപ്പോൾ ഓഫ് ചെയ്യാണ്. എന്നിട്ട് ഓരോരുത്തരെ കണ്ടുപിടിക്കാമെന്ന് കരുതിയിട്ട് നേരെ സ്പ്ലിറ്റായി പോകുന്നുണ്ട്. അടുത്ത് ജെഫിനെയും ക്രിസിനെയും പീറ്റിനെയും കാണിക്കുമ്പോൾ അവരൊരുമിച്ച് നടന്നു വരുന്നുണ്ട്. പവർ ഓഫായി കഴിയുന്നതും ഉടനെ തന്നെ ജെഫ് ഞാൻ ഇപ്പോൾ അലനെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. പീറ്റും ക്രിസും കൂടെ ആയിട്ട് ഞങ്ങൾ ബേബിനെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞിട്ട് അടുത്ത ഡയറക്ഷനിലും പോകുന്നുണ്ട്. അതേ ടൈമിന് തന്നെ അലൻ നേരെ ഡീനിൻ്റെ അടുത്തേക്ക് പോവാണ്. ഡീനിനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് കൊണ്ടുപോകണം എന്ന് വിചാരിച്ചിട്ട് ആ സമയം തന്നെ ഗാർഡ്സ് അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ഇതേസമയം ബേബിനെ കാണിക്കുമ്പോൾ ബേബി ടോണീനെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് നോക്കുമ്പോൾ ടോണീനെ കാണാനില്ല. അങ്ങനെ ടോണി എവിടെ നോക്കുമ്പോഴാണ് ചാർലീനെ കൊണ്ട് നിർത്തിയ സ്ഥലത്തും ചാർലി ഇല്ല എന്ന് അവൻ മനസ്സിലാക്കുന്നത്. വീണ്ടും അലനെ കാണിക്കുമ്പോൾ ജെഫ് അലനെ അന്വേഷിച്ച് നടക്കുന്ന സമയത്താണ് ഏതൊരു ഗാർഡ് ജെഫിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നത്. ജെഫ് അത് കാണുന്നുണ്ടായിരുന്നില്ല. എന്നാൽ പെട്ടെന്ന് അങ്ങോട്ടേക്ക് അലൻ വരുന്നുണ്ട്. ജെഫിനെ ആ ഒരു ഗാർഡിൻ്റെ അടുത്ത് നിരീക്ഷിക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു വെടിയാണെങ്കിൽ അലന് കൊണ്ടിട്ടുണ്ടായിരുന്നു. അലൻ്റെ കുറുക്കിലായിട്ടാണ് കൊണ്ടത്. ജെഫോണിൻ്റെ ടെൻഷനായിട്ട് ഓക്കെ അല്ലേ ഒന്നും പറ്റത്തില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോവാം, ഒന്നും പിടിച്ചിരിക്കാനൊക്കെ ആയിട്ട് അലനോട് പറയുന്നുണ്ട്. ഇതേസമയം വേറൊരു വശത്തൂടെ കെൻറ്റേനെ 1-2 ഗാർഡ്സ് ചേർന്ന് എങ്ങോട്ടോ കൊണ്ടുപോകായിരുന്നു. ആ സമയം പെട്ടെന്ന് കെൻറ്റയും ഈ ഗാർഡ്സിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്. പെട്ടെന്ന് അങ്ങോട്ടേക്ക് കിമ്മു വന്നിട്ട് ആ ഗാർഡ്സിനെ ഷൂട്ട് ചെയ്യാണ്. അതേസമയം വേറെ കുറേ ഗാർഡ്സ് ഓരോ ഡയറക്ഷനിൽ നിന്നും വരുന്നുണ്ട്. കിമ്മിനെ രക്ഷിക്കാനായിട്ട് കെൻറ്റ വന്നിട്ട് അവനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കെൻറ്റ ഹൃദയത്ത് മുറിവുകൾ വന്നാലും അത് ഉണങ്ങും എന്നുള്ളതുകൊണ്ട് തന്നെ വെടികൊണ്ടാലും കുഴപ്പമില്ല എന്നൊരു രീതിയിൽ നിന്നിട്ട് കിമ്മിനെ കെൻറ്റ രക്ഷിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ ഗാർഡ്സിനെയും വെടിവെച്ചിട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കിമ്മ് പോയിട്ട് ഒരു ഗാർഡ് ഇട്ടിരുന്നേന്ന് ഒരു ജാക്കറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് കെൻറ്റയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കെൻറ്റ അപ്പോൾ പറയുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല, ഞാനാണെങ്കിൽ എൻ്റെ കാര്യം നോക്കാമായിരുന്നു എന്ന്. എന്നാൽ കിം അതിനൊന്നും മറുപടി എടുക്കുന്നില്ല. ആ ഒരു ജാക്കറ്റ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞുടനെ തന്നെ കെൻറ്റേനെ കിമ്മ് കിസ് ചെയ്യുവാണ്. എന്നിട്ട് കെൻറ്റയുടെ അടുത്ത് പറയുന്നുണ്ട്, ഞാനങ്ങനെ നിന്നെ ഒരിക്കലും ഇട്ടിട്ട് പോകത്തില്ല എന്ന്. അതേസമയം കെൻറ്റയും അവനെ തിരിച്ച് കിസ് ചെയ്യുന്നുണ്ട്. അടുത്ത് കാണിക്കുന്നത് ബേബി ഇപ്പോൾ ചാർലി ഇത് എവിടെ പോയതാണ് എന്ന് നോക്കി റൂഫ് ടോപ്പിലെത്തുമ്പോൾ ചാർലി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ബേബി ചാർലിയുടെ അടുത്തേക്ക് ചെല്ലാൻ ശ്രമിക്കുമ്പോഴത്തേക്കും ഉടനെ തന്നെ ടോണി ഒരു തോക്കും കൊണ്ട് ചാർലിയുടെ നേരെ വന്നിട്ട് ചാർലീനെ അതുപയോഗിച്ച് പിടിച്ചു വെച്ചേക്കുകയാണ്. ആ സമയം തന്നെ ബേബി ആണെങ്കിൽ ചാർലീനൊന്നും ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. ടോണി അപ്പോൾ നമ്മളുടെ ഒരുമിച്ച് കൂടിയിരുന്നെങ്കിൽ നമുക്ക് എന്തുമാത്രം പവർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമായിരുന്നു, നീയാണെങ്കിൽ എൻ്റെ അവിടെ തന്നെ നിൽക്കും മോനെ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ബേബി ആണെങ്കിൽ നിങ്ങളൊരു ദുഷ്ടനാണെന്നൊക്കെ പറയുമ്പോൾ ടോണി ആണെങ്കിൽ പക്ഷേ എനിക്ക് ഇതിൻ്റെ നല്ല സ്നേഹമാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ബേബിയുടെ അടുത്ത് അവൻ്റെ കയ്യിൽ തോക്ക് താഴെ വയ്ക്കാനും പറയുന്നുണ്ട്. ചാർലീനെ അയാൾ എന്തെങ്കിലും ചെയ്യുമെന്ന് കരുതിയിട്ട് ആ ഒരു തോക്ക് താഴെ വയ്ക്കുന്നുണ്ട്. അതേസമയം ബേബി ആണെങ്കിൽ ചാർലിക്ക് എന്തൊരു സിഗ്നലും കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. വീട്ടിൽ വെച്ച് തന്നെ ചാർലി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് എങ്ങനെയും ടോണിയുമായിട്ട് ക്ലോസ് ആകണം, എന്നാൽ മാത്രമേ അയാളെ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന്. അങ്ങനെ ഇപ്പോൾ പ്രസൻറ്റിലേക്ക് വരുമ്പോൾ എന്തായാലും ചാർലിനെ ടോണി പിടിച്ചു വെച്ചൊക്കെയാണ്. അത് തന്നെയായിരുന്നു ചാർലിക്ക് വേണ്ടത്. ചാർലി ഉടനെ അവൻ്റെ പവർ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ടോണിക്ക് അനങ്ങാൻ പറ്റാത്തതുപോലെ ആവുന്നുണ്ട്. ടോണിയാണെങ്കിൽ വീടെന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയം അങ്ങോട്ടേക്ക് ക്രിസും പീറ്റും വരുന്നുണ്ട്. ക്രിസ് ഇയാൾക്ക് നേരെ ഒരു തോക്കും ചൂണ്ടുന്നുണ്ട്. ക്രിസിനെ പെട്ടെന്ന് കാണുമ്പോൾ ഇയാൾ വേ എന്നാണ് വിളിക്കുന്നത്. എന്നാൽ ക്രിസ് പറയുന്നുണ്ട്, അയ്യോ ഞാൻ വേ അല്ല മറ്റേ മോനാണെന്ന് പറയുമ്പോഴത്തേക്കും ഇയാൾക്കറിയാം ഇയാൾക്ക് ഒരേപോലെ 2 മക്കളുണ്ടായിരുന്നു, അതിൽ പവർ ഉള്ളത് വേ
ആയിരുന്നു, പവർ ഇല്ലാത്ത ക്രിസ് ആയിരുന്നു. അതുകൊണ്ട് അയാൾ പറയുന്നുണ്ട്, ഓ പവർ ഇല്ലാതെ ജനിച്ച ആ കൊച്ച് അത് നീയാണല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ക്രിസ്, അത് ഞാൻ തന്നെ, എന്തായാലും നിങ്ങൾ എന്നെ ജീവനോട് അന്ന് വെച്ചിരുന്നില്ലേ, അതുകൊണ്ട് നിങ്ങളിന്ന് മരിക്കുന്നു പറഞ്ഞിട്ട് അയാളെ ഷൂട്ട് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. എന്നാൽ ആ സമയം പി ടി തടയാണ്. എന്നാൽ അതേ ടൈമിന് തന്നെ ടോണിക്ക് വെടി കൊള്ളുന്നുണ്ടായിരുന്നു. ആരാണ് വെടിവെച്ചത് എന്ന് നോക്കുമ്പോഴത്തേക്കും അത് വില്ലിയായിരുന്നു. ആ സമയം തന്നെ ഇയാൾ മരിച്ചു വീഴുന്നതിന് മുന്നേ ടോണിയാണെങ്കിൽ ചാർലീനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഒന്നും രണ്ടും അല്ല, 3-4 തവണ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ ടോണിയും ചാർലിയും താഴേക്ക് ചെന്ന് വീഴുന്നുണ്ട്. ആ സമയം ടോണി മരിച്ചിട്ടില്ല, പക്ഷെ ചാർലി അനങ്ങുന്നുണ്ടാകുന്നില്ല. ഉടനെ തന്നെ ബേബി ചാർലിയുടെ അടുത്ത് പോയിരുന്നു. ചാർലി എഴുന്നേൽക്കൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് കരയാനായിട്ട് തുടങ്ങുന്നുണ്ട്. അലനും ജെഫും അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. ചാർലിയുടെ അടുത്തേക്ക് വന്നിട്ട് അവരും കരയാനായി തുടങ്ങുകയാണ്. അതേസമയം ടോണി മരിച്ചു പോകുന്നുണ്ട്. അടുത്ത് വിന്നറിനെ കാണിക്കുമ്പോൾ വിന്നറാണെങ്കിൽ ഇതിലൊന്നും പെടാതെ എങ്ങനെയൊക്കെ എസ്കേപ്പ് ആവാൻ നിൽക്കുന്ന സമയത്താണ് നോർത്തും സോണിക്കും കെൻറ്റയും കൂടെ ആയിട്ട് അവൻ്റെ മുന്നിലേക്ക് വരുന്നത്. അവരെ കാണുമ്പോൾ തന്നെ അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാൻ ഇവിടെ നിന്ന് പൊക്കോളാം എന്ന് പറഞ്ഞ് അവൻ നിൽക്കുന്നുണ്ട്. എന്നാൽ അവരാണെങ്കിൽ ഡീൻ എവിടെയാണുള്ളത് എന്നിങ്ങനെ പറയുന്നതും അവനാണെങ്കിൽ ഇതോ അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നേരെ എസ്കേപ്പായി പോവാണ്. പിന്നീട് കാണിക്കുന്നത് ചാർലി മരിച്ചിട്ടൊന്നുമില്ല, ആ ഓക്കെയാണ്, പക്ഷെ അവനാണെങ്കിൽ കോമയിലായ പോലെ സിറ്റുവേഷനിലാണ്. അപ്പോൾ അവനിപ്പോൾ വീട്ടിൽ തന്നെയാണ് ഉള്ളത്, ബേബിയാണ് അവനെ നോക്കുന്നത്. അങ്ങനെ ബേബി ഒരു ദിവസം ചാർലിയുടെ അടുത്ത് ഇരിക്കുന്ന സമയത്ത് ബാക്കി എല്ലാവരും തന്നെ ഇവരെ കാണാനായിട്ട് വരുന്നുണ്ട്. ആദ്യം തന്നെ നമ്മുടെ അലനും ജെഫും നോർത്ത് സോണിക്കുമാണ് കയറുന്നത്. അവർ ബേബിയുടെ അടുത്ത് പറയുന്നുണ്ട്, നീ പേടിക്കണ്ട, ചാർലി കൊണ്ട് തന്നെ കണ്ണ് ഉറക്കും എന്നൊക്കെ. ആ ഒരു ടൈമിന് അങ്ങോട്ടേക്ക് കിമ്മും കെൻറ്റയും വരുന്നുണ്ട്. നമ്മുടെ ഡീനെയും കൊണ്ടാണ് വരുന്നത്. ഡീൻ ഇപ്പോൾ കോമയെന്നൊക്കെ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു, എന്നാൽ ആളിപ്പോൾ വീൽ ചെയറിലാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ഡീനിനെ കാണുമ്പോൾ തന്നെ ഫസ്റ്റ് നമ്മുടെ നോർത്താണെങ്കിൽ നിനക്ക് എന്നെ ഓർമ്മയുണ്ടോ, മറവി വല്ലതും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ സോണിക്കാണെങ്കിൽ ഇനിയൊന്നും ഉണ്ടായിരുന്നേ, അവനതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, മറവി ഉണ്ടാകുന്നത് ചാർലിക്കല്ലേ എന്ന് പറയുന്നുണ്ട്. ഡീന് കോമയിലേക്ക് ആകുന്നതിന് മുന്നേ ഡീനെ സംശയിച്ചിരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സോണിക്ക് ഇപ്പോൾ ഡീനിനോട് അതിന് സോറി പറയുന്നുണ്ട്. ഡീനപ്പോൾ അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് താൻ ഓക്കെ ആയി കഴിയുമ്പോൾ എല്ലാവരുമായിട്ട് റേസ് വയ്ക്കും, എന്നിട്ട് താൻ അതിൽ ജയിക്കുമെന്ന് പറയുന്നുണ്ട്. ആ സമയം കിമ്മാണെങ്കിൽ ഓക്കെ പക്ഷേ ആ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാവില്ല, ഞാനാണെങ്കിൽ നാളെ തിരിച്ച് കൊറിയയിലേക്ക് പോവുകയാണ്, അപ്പോൾ ആ ഒരു കാര്യം കൂടെ പറയാനായിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആ കാര്യം ഇപ്പോഴാണ് അറിയുന്നത്. സോ എല്ലാവരും ഓക്കെ നിനക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ കിമ്മ് പോകുന്ന ഒരു കാര്യം കേൾക്കുമ്പോൾ കെൻ്റെയൊക്കെ എന്തോ നല്ല സങ്കടമാവുന്നുണ്ടായിരുന്നു. അടുത്ത് പീറ്റിൻ്റെ ലാബിൽ കാണിക്കുമ്പോൾ ഇപ്പോൾ ആ ഒരു മരുന്നെല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞുകൊണ്ട് തന്നെ ക്രിസ് പോകാനായിട്ട് ഇറങ്ങുന്നുണ്ട്. ആ സമയം പീറ്റ് ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടാണ് പോകുന്നത്, നമുക്ക് നേരെ എൻ്റെ വീട്ടിലോട്ട് പോകാമെന്ന്. എന്നാൽ ക്രിസ് അത് വേണ്ട, ഞാൻ തിരിച്ച് പോകാമെന്ന് പറയുമ്പോൾ പീറ്റ് നിനക്കെന്താ എൻ്റെ കൂടെ നിൽക്കാൻ താല്പര്യമില്ലേ, അതെന്താ ആദ്യമേ പറയാത്തത് എന്ന് ചോദിക്കുമ്പോൾ ക്രിസ് ആണെങ്കിൽ എനിക്കാണെങ്കിൽ ഒരു പവർ ഇല്ലെങ്കിലും എനിക്കറിയാൻ പറ്റുന്നുണ്ട് നിനക്കിപ്പോഴും വെയിൻ ഇഷ്ടമാണെന്ന്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയിൽ കയറി വരാൻ എനിക്ക് താല്പര്യമില്ലെന്ന് പറയുമ്പോൾ പീറ്റ് പറയുന്നുണ്ട്, ശരിയാണ്, എനിക്ക് നിന്നെ കാണുമ്പോൾ ആദ്യം വെയിനെ തന്നെയാണ് ഓർമ്മ വരുന്നത്, വെയിനെ ഞാൻ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് കുറച്ച് ടൈം താ, എനിക്ക് മാറാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ആ സമയം ക്രിസ് ആണെങ്കിൽ അത് വേണ്ട, വെറുതെ നീയാണെങ്കിൽ പെട്ടെന്നൊരു തീരുമാനം എടുത്തിട്ട് ചിലപ്പോൾ എന്നെ ചൂസ് ചെയ്താൽ ചിലപ്പോൾ തെറ്റായി പോകും, അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടുപേർക്കും കുറച്ച് ടൈം എടുത്ത് ആലോചിക്കാം, നിനക്ക് എപ്പോഴാണോ എൻ്റെ അടുത്ത് ശരിക്കും ഇഷ്ടം തോന്നുന്നത് അന്ന് നമുക്ക് വീണ്ടും സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ക്രിസ് പോകുന്നുണ്ട്. അടുത്ത് അലനെയും ജെഫിനെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ അലനാണെങ്കിൽ ബാട്ടബിൽ കുളിക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, നമ്മുടെ ജെഫും കൂടെ ഇരിക്കുന്നുണ്ട്. ആ സമയം അലനാണെങ്കിൽ ഇതുപോലെ ടോണിയുടെ അടുത്ത് പോയതും ആ ഒരു എക്സ്പെരിമെൻറ്റിൽ പങ്കെടുത്തതും സ്ട്രോങ് ആയിട്ടിരിക്കാനുള്ള ആ ഒരു പവർ കിട്ടിയതെല്ലാം തന്നെ ജെഫിൻ്റെ അടുത്ത് നിന്ന് മറച്ചു വെച്ചതിന് സോറി പറയുന്നുണ്ട്. കാരണം ഈ ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ട് ഇതുവരെയായിട്ട് ഇവർക്ക് ഇതിനെപ്പറ്റി നേരെ മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അലനിങ്ങനെ സോറി പറയുമ്പോഴത്തേക്കും ജെഫാണെങ്കിൽ ഇനി എന്തുണ്ടെങ്കിലും എൻ്റെ അടുത്ത് മര്യാദയ്ക്ക് ഷെയർ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതേസമയത്ത് ബാക്കി എല്ലാവരും ആ ഒരു മരുന്ന് കണ്ടുപിടിച്ചുകൊണ്ട് തന്നെ അത് ഉപയോഗിച്ചിട്ട് അവരെ പവർ കളയാനായിട്ട് നിൽക്കുകയാണ്. എന്നാൽ ഇപ്പോൾ അലൻ ചോദിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ പവർ കളയണമെന്ന്. എന്നാൽ ജെഫ് അത് വേണ്ട, നിൻ്റെ ബോഡി ഓക്കെ ആവാൻ വേണ്ടിയിട്ടല്ലേ നീയാണെങ്കിൽ ആ പവർ നേടിയത് തന്നെ, ഇനിയിപ്പോൾ ആ ഒരു പവർ കളഞ്ഞ് നിൻ്റെ ഹെൽത്തിന് എന്തെങ്കിലും പറ്റിയാലോ, ഇക്കാര്യത്തിൽ ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യും, കാരണം നീയാണെങ്കിൽ ഈ പവർ ഉപയോഗിച്ച് ആർക്കും ദോഷമൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ, നിൻ്റെ ബോഡി ഓക്കെ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടല്ലേ, കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതും പറഞ്ഞ് രണ്ടുപേരും കിസ് ചെയ്യുന്നുണ്ട്. അടുത്ത് കാണിക്കുന്നത് കിമ്മും കെൻ്റയും കൂടെ ആയിട്ട് സംസാരിക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കെൻ്റയാണെങ്കിൽ ആദ്യം തന്നെ കിമ്മിൻ്റെ അടുത്ത് താങ്ക്സ് പറയാണ്, തൻ്റെ കൂടെ എപ്പോഴും നിന്നതിനും ഹെൽപ്പ് ചെയ്തതിന്. ആ സമയം കിമ്മ് എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും, ഞാൻ നിന്നെ ഒരിക്കലും ഇട്ടിട്ട് പോകത്തില്ല എന്ന് പറയുന്നുണ്ട്. അതേസമയം തന്നെ കിമ്മ് തിരിച്ച് കൊറിയയിലോട്ട് പോകുന്നുണ്ട്. കെൻ്റ പറയുന്നുണ്ട്, എനിക്ക് എപ്പോഴെങ്കിലും നിന്നെ വിളിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ഓക്കെ ആണോ എന്ന്. ആ സമയം കിമ്മ് നീ എപ്പോൾ വേണം വിളിച്ചോ, എനിക്കൊരു കുഴപ്പമില്ല, പക്ഷേ വിളിക്കാനുള്ള ധൈര്യം ഉണ്ടായിരിക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട്. അടുത്ത് സോണിക്കിനെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ സോണിക്കിനും തിരിച്ചങ്ങ് പാരീസിലേക്ക് പോകാനുള്ള ടൈം ആയിട്ടുണ്ട്, കാരണം അവൻ്റെ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യണം. അങ്ങനെ ഇപ്പോൾ ബേബിയുടെ അടുത്ത് അലൻ്റെ അടുത്തും ജെഫിൻ്റെ അടുത്തും ഓക്കെ ബൈ എന്ന് പറഞ്ഞ് പോകാനായി തുടങ്ങുമ്പോഴാണ് അങ്ങോട്ടേക്ക് നോർത്ത് വരുന്നത്. നോർത്ത് വന്നിട്ട് ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും, നീ പോകുന്ന കാര്യം ആലോചിക്കുമ്പോഴേ എനിക്ക് എന്തോ പോലെ ആവുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ക്രിഞ്ച് ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട്. നമ്മുടെ സോണിക്ക് പറയുന്നുണ്ട്, അടുത്ത തവണ ഞാൻ വരുമ്പോൾ ഇമ്മാതിരി ക്രിഞ്ച് ഡയലോഗൊന്നും അടിക്കരുതെന്ന്. അതേസമയം നോർത്തിൻ്റെ കയ്യിൽ അവൻ എന്തോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഫ്രഞ്ചിലുള്ള എന്തോ ഒരു സംഭവമായിരുന്നു, അതവനിങ്ങനെ വായിക്കുന്നുണ്ട്. ആ സമയം സോണിക്ക് നീ എന്തോ പറയുന്നത്, മര്യാദയ്ക്ക് അതിൻ്റെ അർത്ഥം പറയാനായിട്ട് പറയുമ്പോൾ നോർത്ത് പറയുന്നുണ്ട്, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന്. ആ സമയം ഇത് കേട്ടോണ്ടിരിക്കുന്ന ബേബിയും ജെഫും എല്ലാം ഇതെന്തുപാടെ എന്നൊരു രീതി നിൽക്കുന്നുണ്ട്. നമ്മുടെ നോർത്തും സോണിക്കും അതൊന്നും മൈൻഡ് ചെയ്യാതെ ഷൈ ആയിട്ട് കിസ്സൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത്
ബേബി ഇപ്പോൾ ചാർലിയുടെ വീട്ടിൽ ഇരിക്കുന്നതാണ്. ചാർലി ഇപ്പോഴും കണ്ണുറന്നിട്ടില്ല. ഇപ്പോഴും അവൻ കോമയിലായി തന്നെയാണ് ഇരിക്കുന്നത്. ആ സമയം വില്ലി ഇവരെ കാണാനായിട്ട് വരുന്നുണ്ട്. വില്ലി പറയുന്നുണ്ട്, ചാർലി ഇതുവരെയായിട്ട് എഴുന്നേറ്റില്ലല്ലോ, നീ ഒറ്റപ്പെട്ടവർ നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്തേക്ക് വന്നോ, ഞാൻ നിനക്ക് കൂട്ടുതരാമെന്ന്. ബേബി അത് കേട്ടിട്ട് വില്ലീനെ ഒരുമാതിരി നോക്കുമ്പോൾ വില്ലിയാണെങ്കിൽ ചുമ്മാ തമാശ പറഞ്ഞാനെ, സീരിയസ് ആവണ്ടെന്ന് പറഞ്ഞിട്ട് ബേബിയുടെ അടുത്ത് പറയുന്നുണ്ട്, നീ തിരിച്ച് റേസിങ്ങിനൊക്കെ വാ, നിൻ്റെ ഫാൻസ് എല്ലാവരും നിന്നെ മിസ് ചെയ്യുന്നുണ്ടെന്ന്. ആ സമയം ബേബി, റേസിങ് എൻ്റെ ഡ്രീമാണ്, പക്ഷേ ചാർലി എൻ്റെ ലൈഫാണ്, അതുകൊണ്ട് എനിക്ക് അവൻ ഇപ്പോൾ വിട്ടിട്ട് വരാൻ പറ്റത്തില്ലെന്ന്. ആ സമയം വില്ലി, എന്തായാലും ഓക്കെ, നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും, പിന്നെ എനിക്ക് ഈ ഒരു ഫ്രീഡം കിട്ടിയത് നിങ്ങളൊക്കെ കാരണമാണ്, താങ്ക് യു എന്ന് പറഞ്ഞിട്ട് വില്ലി അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം 1 വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് കാണിക്കുന്നത്. ഇപ്പോൾ സോണിക് തിരിച്ചു വന്നിട്ടുണ്ട്. നോർത്തിനോട് പറയാതെയാണ് വന്നത്. അതുകൊണ്ട് തന്നെ സോണിക്കിനെ പെട്ടെന്ന് കാണുമ്പോൾ നോർത്താണെങ്കിൽ സർപ്രൈസ് ആയിട്ട് അവനെ കിസ് ചെയ്യുന്നൊക്കെ ഉണ്ട്. ഡീനിൻ്റെ ബേബേരെ മുന്നിൽ വെച്ചാണ് അവനിങ്ങനെ കിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോണിക്ക് നോക്കുമ്പോൾ ഡീൻ ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡീനിൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നുണ്ട്. ചാർലി എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ചാർലി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ചാർലി ഇപ്പോൾ കോമയെന്നൊക്കെ ഓക്കെ ആയിട്ട് എഴുന്നേറ്റിട്ടുണ്ട്. എന്നാൽ അവൻ്റെ മെമ്മറി ഇപ്പോഴും അവർ തിരിച്ചു വന്നിട്ടില്ല. അങ്ങനെ ചാർലി വന്ന് സോണിക്കിനോട് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. ആ സമയം സോണിക്ക് അലനും ജെഫും എവിടെയെന്ന് നോക്കുമ്പോഴാണ് കറക്റ്റ് ടൈമിന് അലനും ജെഫും ചാർലിയുടെ റേസിംഗ് കാറും കൊണ്ട് വരുന്നത്. അവരെന്നിട്ട് പറയുന്നുണ്ട്, ചാർലിക്ക് വീണ്ടും റേസ് ചെയ്യാനുള്ളതല്ലേ, പിന്നെ ഈ കാർ എടുത്തിട്ട് 1 വർഷം ആവുന്നില്ലേ, അതുകൊണ്ട് അതിൻ്റെ പൊടിയൊക്കെ തട്ടി കുറച്ചൊന്ന് ഓട്ടിച്ചതാണ്, ഇനിയിപ്പോൾ ചാർലിക്ക് വീണ്ടും റേസ് ചെയ്യാമല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ ചാർലിക്ക് താനൊരു റേസറാണെന്നുള്ള കാര്യം പോലും ഓർമ്മയില്ല, എങ്ങനെയാണ് റേസ് ചെയ്യേണ്ടതെന്ന് പോലും അറിയാത്തതുകൊണ്ട് തന്നെ എന്നെക്കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയുന്നുണ്ട്. ബേബി അപ്പോൾ നിന്നെക്കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞിട്ട് ചാർലിനെയും കൊണ്ട് കാറിൽ ഇരുന്നിട്ട് റേസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ബേബി ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സമയം ബേബി ആണെങ്കിൽ ഇമോഷണൽ ആവുന്നുണ്ട്. എന്നിട്ട് ചാർലിയുടെ അടുത്ത് പറയുന്നുണ്ട്, നിൻ്റെ ഓർമ്മയിൽ നമ്മൾ രണ്ടിനും ഇപ്പോൾ ഒരുമിച്ചുണ്ടായിട്ട് 1 വർഷം ആയതേ ഉള്ളൂ, എന്നാൽ ശരിക്കും 2 വർഷമായി, നമ്മൾ തമ്മിൽ ഒന്നിച്ചിട്ട് 2 വർഷമായി, ഹാപ്പി സെക്കൻഡ് ആനിവേഴ്സറി എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ ടൈമിലാണ് ചാർലിക്ക് പെട്ടെന്ന് എന്തൊക്കെയോ മെമ്മറീസ് ഇങ്ങനെ ഫ്ലാഷായി വരുന്നത്. ആദ്യം മുതലുള്ള ഓരോ കാര്യങ്ങളും അവനിങ്ങനെ ഓർമ്മ വരുന്നുണ്ട്. പെട്ടെന്ന് ചാർലി ആണെങ്കിൽ വണ്ടി നിർത്താണ്. ബേബി അപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ചാർലി ആണെങ്കിൽ 2 വർഷമല്ല 3 വർഷമായി ഞാൻ നിൻ്റെ പുറകെ നടന്നതും നീ മറന്നുപോയോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോഴാണ് ബേബിക്ക് മനസ്സിലാവുന്നത് ചാർലിക്ക് ഓർമ്മ തിരിച്ചു വന്നു. അങ്ങനെ ബേബി ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട്. കാറിൽ നിന്ന് ഇറങ്ങി ബാക്കിയുള്ളവരടുത്തും പറയുന്നുണ്ട്. അങ്ങനെ അവരും ഈ ചാർലിക്ക് തിരിച്ച് ഓർമ്മ വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അടിച്ച് പൊളിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ബേബിയുടെയും ചാർലിയുടെയും കല്യാണമാണ്. അവിടെ നമ്മുടെ ക്രിസും പീറ്റും ഉണ്ട്, കിമ്മും കെൻഡയും ഉണ്ട്, നോർത്തും സോണിക്കും ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ എല്ലാ കപ്പിൾസും ഉണ്ട്. നമ്മുടെ ബേബിയുടെയും ചാർലിയുടെ കല്യാണം നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ചാർലി ആണെങ്കിൽ ബൊക്കെ വലിച്ചെറിയുമ്പോൾ പിടിക്കുന്നത് നമ്മുടെ ക്രിസാണ്. അപ്പോൾ മിക്കവാറും അടുത്ത കല്യാണം നടക്കാൻ പോകുന്നത് ക്രിസിൻ്റെയും പീറ്റിൻ്റെ ആയിരിക്കും. എന്തായാലും എല്ലാവരും ഇങ്ങനെ ഹാപ്പി ആയിട്ടൊക്കെ നിൽക്കുന്നതും കാണിച്ചുകൊണ്ട് ഈ ഒരു സീരീസ് തന്നെ ഇവിടെ എൻഡ് ആവുന്നുണ്ട്. സോ ഈ ഒരു സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്താണ് അഭിപ്രായം എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് ആരും മറക്കരുത്. പുതിയ സീരീസൊക്കെ ഉടനെ വരുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നവരെ ബൈ.